എരിവും പുളിയൊക്കെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഹലോ ഫ്രണ്ട്സ്, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ഒരു പൈനാപ്പിൾ മധുര പച്ചടി എന്ന് പറയുമ്പം അതിനകത്ത് തൈരില്ലാതെ പൈനാപ്പിൾ മാത്രം ഇട്ടുണ്ടാക്കുന്ന ഒരു മധുര കറിയാണ്. ഓക്കെ, നമുക്കത് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിള് ഒരു വലിയ ഒരെണ്ണം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ കുറച്ച് അരിഞ്ഞത്, പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് കശ്മീരിയുടെ ഡ്രൈ മിർച്ചി ഒന്ന് ചതച്ചത്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ജീരകം, ഉപ്പ്, പിന്നെ പഞ്ചസാര, പിന്നെ ഇച്ചിരി നെയ്യ്, ഇച്ചിരി കായം, കുറച്ച് അജ്വൈൻ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ വേണം. അപ്പം നമുക്ക് ഒന്നുണ്ടാക്കാം. ഓക്കെ, ആദ്യം ഇങ്ങനെ ഉള്ള ഒരു ചീനച്ചട്ടി എടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് കത്തിക്കാം. ഇതിനകത്ത് കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ചൊരു നെയ്യും കൂടെ ചേർക്കുക. കുറച്ച് നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്, പിന്നെ നമ്മുടെ ശരീരത്തിന് പശുവിൻ്റെ നെയ്യ് നല്ലതാണ്. അതിനകത്തോട്ട് നമ്മൾ ജീരകവും പെരിഞ്ചീരകവും ഇടും. ഒരു ചെറിയ സ്പൂൺ ഇട്ടാൽ മതി. ജീരകം, അത് പെരിഞ്ചീരകമാണ്, ഇത് ജീരകം. ഓക്കെ, പിന്നെ അതൊന്ന് ചൂടാകുമ്പം ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി അങ്ങോട്ട് ഇടുക. ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വഴലിടുക കേട്ടോ. ഒരു ശകലം ഉപ്പൂടെ ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് വഴലും. ശകലം ഉപ്പിടാം. പിന്നെ ഈ മുളക്, പച്ചമുളക് ഇടുന്നില്ല, കശ്മീരി മിർച്ചി ഞാൻ ഒന്ന് ചതച്ച് അതൊന്നിട്ട് ഒന്ന് വഴറ്റിയാണ്. ഇത് സാധാരണ ആരും ഉണ്ടാക്കാത്ത ഒരു പച്ചടിയാണ്. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ഈ കൈതച്ചക്ക അരിഞ്ഞു വച്ചിരിക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതായിട്ടൊന്നിരുന്ന് വേഗം, കൈതച്ചക്ക വേവുള്ളതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇവൻ ഇവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ. നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേഗം. അപ്പോൾ 10 മിനിറ്റ് ആയി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി പൊടികളും കൂടെ ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതിനെ ഒന്ന് കുറച്ച് വെച്ചു. ഫ്ലെയിം ഇച്ചിരി പൊടിയിടാം. അതായത് ഇത്തിരി ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഒരു 1.5 സ്പൂൺ കശ്മീരി മിർച്ചി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ അയമോദക ടേസ്റ്റിന് വേണ്ടി, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒരു 1/4 ഇതെടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ടിടുക. പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിനിടുക, ശർക്കര ചീകിയതിടുക, കായം ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു ശകലം പഞ്ചസാര, ഇതിനകത്ത് കുറച്ചൊരു നെയ്യ് കൂടെ. ഇത് ശരിക്കും ഒരു ഓണക്കറിയാണ്. ഓണക്കറിയായിട്ട്, ഒരു മധുരക്കറിയായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. നടുക്ക് നമുക്ക് പഴയതുപോലെ ഒരു കുഴി കുത്തിയിട്ട് നമുക്കിതിനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേഗട്ടെ കേട്ടോ. നമുക്കിനി ലിഡ് തുറന്നിട്ട് നമുക്കിതിനെ ഒന്ന് വിളമ്പാം ഒരു പാത്രത്തിലോട്ട്. ഇതിനകത്ത് ഞാൻ ഇലയൊന്നും ചേർത്തില്ല. ഇലയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവർ കൂടും. അതായത് കരിയാപ്പില, മല്ലിയില, പുതിന ഇല എല്ലാം ഇതിനകത്ത് ഇടാം. ഇപ്പോൾ ഇലയൊന്നും ഇല്ലായിരുന്നു, അത് കാരണം ഒന്നും ചേർത്തില്ല. ഇപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പൈനാപ്പിൾ പീസാണ്. എരിവും പുളിയൊക്കെ ഉണ്ട്, അജ്വൈനിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്, അയമോദകത്തിൻ്റെ. ഇലകളുണ്ടായിരുന്ന ഇലകളുടെ ഫ്ലേവറും കൂടെ ഇറങ്ങിയേനെ. അപ്പം നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് അവിയലൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ഒരു കൂട്ടാനായിട്ട് എടുക്കാം, ഓണക്കറികളൊക്കെ ഉണ്ടാക്കുമ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.